ഹായ് ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നല്ല തേങ്ങയൊന്നും അരച്ച് ചേർക്കാത്ത നല്ല തിക്കായിട്ടുള്ള ഒരു വെണ്ടയ്ക്ക കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അതിനെ നല്ല വൃത്തിയാക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട്. കഴുകിയതിന് ശേഷം മാത്രമേ അതിൻ്റെ മുകളിലും താഴെയുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയാവൂ. പിന്നെ നമുക്കതിലേക്ക് ഒരു സവാള, ഒരു തക്കാളി, ഒരു 3 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഈ ഒരു വെണ്ടയ്ക്കയെ നമുക്കിതാ ഈ ഒരു പരുവത്തിൽ അരിഞ്ഞെടുത്ത് മാറ്റി ഒരു സൈഡിലോട്ട് വയ്ക്കാം. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് അതിന് ശേഷം സവാള ഇതേപോലെ ഒന്ന് ചെറിയതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. പിന്നെ പച്ചമുളക് ഒന്ന് രണ്ടായിട്ട് മുറിച്ചെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അതിന് ആവശ്യമായിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ചതച്ച് വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കണം. അധികം മുറ്റാത്ത വെണ്ടയ്ക്ക വേണം എടുക്കാൻ. എങ്കിൽ മാത്രമേ ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. നമുക്ക് അപ്പത്തിൻ്റെയും പൊറോട്ടയുടെയും ചപ്പാത്തി ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്തിടുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനൊന്നും മറക്കല്ലേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ടും പോകാൻ പറ്റുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് തക്കാളി ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് കഷ്ണമാക്കിയതിന് ശേഷം അതിനെ ഒന്ന് അരച്ചെടുക്കണം. നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഈ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോഴേക്കും നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇത്രയും മാത്രം ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി. ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കതിനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്കുണ്ടാവണം. അങ്ങനെ വെണ്ടയ്ക്കയെല്ലാം കോരി മാറ്റിയതിന് ശേഷം അതേ എണ്ണയിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുത്തൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. സവാള നല്ല ചെറിയ രീതിയിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ചോപ്പറുണ്ടെങ്കിൽ ചോപ്പറിനകത്തിലിട്ട് അരിഞ്ഞെടുത്താലും മതിയാകും. ഇതിനെ ഇനി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. അതെല്ലാം ഒന്ന് വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിരുന്ന തക്കാളിയിലേക്ക് ഒരല്പം ജീരകം ഇട്ട് കൊടുക്കാം. ജീരകത്തിൻ്റെ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഏതായാലും മതിയാകും. പിന്നെ കുറച്ച് തൈരും കൂടെ ചേർത്തൊന്ന് അരച്ചെടുക്കണം. അതെല്ലാം ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഗരം മസാലയാണ്. ഇത് ഇത്രയും മതിയാകും. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും തൈരും കൂടെ ഞാൻ അടിച്ചെടുത്തതാണ്. അപ്പോൾ തൈര് ഒഴിക്കുന്നത് കാണിക്കാൻ പറ്റിയില്ല. ആ വീഡിയോൻ്റെ നിന്ന് സ്കിപ്പായിപ്പോയി. അപ്പോൾ തക്കാളി തൈരും ജീരകവും കൂടെ അടിച്ചെടുത്തതിന് ശേഷം അതിനെ ഈ ഒരു മസാലയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ചാറിന് എത്ര ആവശ്യമുണ്ടോ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളയ്ക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതെല്ലാം ഒന്ന് തിളച്ച് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനായിട്ടൊരു കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാൻ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് കുറുകി എണ്ണയ്ക്ക് ഒന്ന് ഇതായി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഇതുവരെയും ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. ഉപ്പും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഉണ്ടല്ലോ അതും കൂടെ അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഈ ഒരു രീതിയിൽ കറി തയ്യാറാക്കി നോക്കിയാൽ അറിയാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. മക്കളൊക്കെ വെണ്ടയ്ക്കയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളായിരുന്നാൽ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു കറിയാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു തിക്കായിട്ടുള്ളൊരു കറിയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക.
എന്നിട്ട് ഒരു ചെറിയ തീയിലിട്ട് അതൊന്ന് കുറുകാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഏകദേശം ഒരു 5 മിനിറ്റ് വരെ ഇട്ട് കൊടുത്താൽ മതിയാകും. നമ്മുടെ കറിയൊക്കെ നല്ല പോലെ കുറുകി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയ അടിപൊളി കറിയാണ്. അപ്പോൾ ഞാൻ തീയെല്ലാം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു തിക്കായിട്ടുള്ള നല്ല കുറുകിയ കറിയാണ്. എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. നല്ല നല്ല വീഡിയോസ് എല്ലാം ഈ ഒരു ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവരെ തരുന്ന സപ്പോർട്ട് പോലെ ഇനിയും മുന്നോട്ട് സപ്പോർട്ട് ഉണ്ടാകണം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.